നമസ്കാരം. കേരളത്തിലെ 88 ലക്ഷം റേഷൻ കാർഡ് ഉടമകളെയും നേരിട്ട് ബാധിക്കുന്ന 2026 ജൂലൈ ഓഗസ്റ്റ് മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 5 അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഈ മാസം പുറത്തിറക്കിയ പുതിയ ഉത്തരവുകൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഓണത്തിന് സൗജന്യ കിറ്റ് ആർക്കൊക്കെ ലഭിക്കും, പുതിയ പിൻ കാർഡ് ലഭിച്ചവരുടെ പേരുകളുടെ വിവരങ്ങൾ, ഇതുകൂടാതെ ഓഗസ്റ്റ് മാസം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ജൂലൈ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. എല്ലാ മാസവും പോലെ അരിയും ആട്ടയും ലഭിക്കുന്നതിന് പുറമെ ഈ മാസം നീലക്കാർഡ് ഉടമകൾക്ക് ഒരധിക ആനുകൂല്യം കൂടി ലഭിക്കുന്നുണ്ട്. BPL കുടുംബങ്ങൾക്ക് നൽകുന്ന നീലക്കാർഡ് ഉടമകൾക്ക് അരിയും ആട്ടയും കൂടാതെ 3 കിലോ ഗോതമ്പ് കൂടി സൗജന്യമായി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണക്കാരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. പല റേഷൻ കടകളിലും ഇതിനെക്കുറിച്ച് ശരിയായ വിവരമില്ലാത്തതുകൊണ്ട് നീലക്കാർഡുള്ളവർ കടയിൽ പോകുമ്പോൾ 3 കിലോ ഗോതമ്പ് കൂടി ചോദിച്ചു വാങ്ങേണ്ടതാണ്. ഈ ആനുകൂല്യം വെള്ളക്കാർഡിനും മഞ്ഞക്കാർഡിനും ബാധകമല്ല. ജൂലൈ മാസത്തേക്ക് മാത്രമാണോ അതോ അടുത്ത മാസങ്ങളിലേക്ക് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും അടുത്ത 2-3 മാസത്തേക്ക് കൂടി ഇത് തുടരാൻ സാധ്യതയുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. രണ്ടാമത്തെ പ്രധാന അപ്ഡേറ്റ് മുൻഗണന കാർഡ് അഥവാ പിൻ കാർഡുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി BPL പട്ടികയിലേക്ക് മാറുന്നതിന് അപേക്ഷ നൽകിയവരിൽ 7324 പേർക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. വർഷങ്ങളായി വെള്ളക്കാർഡ് ഉണ്ടായിരുന്നതും എന്നാൽ യഥാർത്ഥത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുമായ 7324 കുടുംബങ്ങൾക്ക് ഇനി മുതൽ പിൻ കാർഡിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓഗസ്റ്റ് 3 മുതൽ ഇവർക്ക് സൗജന്യ റേഷൻ ലഭിച്ചു തുടങ്ങുമെന്നതാണ്. 1 രൂപ പോലും കൊടുക്കാതെ അരി, ആട്ട, പഞ്ചസാര, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഇവർക്ക് ലഭിക്കും. പുതുതായി അംഗീകാരം ലഭിച്ചവരുടെ പേര് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് SMS സന്ദേശം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു തീരുമാനം കൊണ്ട് ഏകദേശം 30,000 ആളുകൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കും. ഇത് സംസ്ഥാന സർക്കാരിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും പാചകത്തിനും വെളിച്ചത്തിനും മണ്ണെണ്ണയെ ആശ്രയിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നല്ലൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ മാസം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് 4068 കിലോ ലിറ്റർ മണ്ണെണ്ണ അധികമായി അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അടുത്ത മാസം മുതൽ, അതായത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണത്തോടൊപ്പം ഈ മണ്ണെണ്ണയും റേഷൻ കടകളിൽ ലഭ്യമാകുന്നതിന് ഭക്ഷ്യവകുപ്പ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. മുമ്പ് ലഭിച്ചിരുന്ന കോട്ടയേക്കാൾ 20% അധികമാണിത്. വിലയിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. പഴയ നിരക്കിൽ തന്നെ മണ്ണെണ്ണ ലഭ്യമാകും. കടയിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോ എന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചന്വേഷിക്കുന്നത് നല്ലതാണ്. നാലാമത്തെ അപ്ഡേറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതും ആളുകൾ ഏറെ കാത്തിരിക്കുന്നതുമാണ്. പിൻ കാർഡ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ സംസ്ഥാന സർക്കാർ കാര്യമായ ഇളവുകൾ വരുത്താൻ ആലോചിക്കുന്നുണ്ട്. ഇതുവരെ ഒരു കുടുംബത്തിന്റെ വീടിന്റെ വിസ്തീർണം 1000 ചതുരശ്ര അടിയിൽ കൂടുതലാണെങ്കിൽ പിൻ കാർഡ് അനുവദിക്കില്ല എന്ന നിയമം നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പരിധി 1200 ചതുരശ്ര അടി വരെ ഉയർത്തുന്നതിനെ കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. അതുപോലെ വാർഷിക വരുമാനത്തിന്റെയും ആസ്തിയുടെയും പരിധിയിലും ചെറിയ ഇളവുകൾ വരുത്താനും സാധ്യതയുണ്ട്. നിർമ്മാണ സാമഗ്രികളുടെ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ തീരുമാനം. 1000 ചതുരശ്ര അടിയിൽ ഒരു വീട് നിർമ്മിക്കാൻ ഇപ്പോൾ 18 മുതൽ 20 ലക്ഷം രൂപ വരെ ചെലവ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിധി ഉയർത്തിയില്ലെങ്കിൽ അർഹതപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ പുറത്താകും. ഈ നിർദ്ദേശം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പുതിയ അപേക്ഷകൾ ഈ പരിഷ്കരിച്ച നിയമപ്രകാരം പരിഗണിക്കും. അതുകൊണ്ട് വെള്ളക്കാർഡുള്ളവർ വീണ്ടും അപേക്ഷിക്കുന്നതിനായി തയ്യാറായിരിക്കണം. അവസാനത്തെ അപ്ഡേറ്റ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ടതാണ്. മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായ ഓണത്തോടനുബന്ധിച്ച് മഞ്ഞക്കാർഡ് അഥവാ AOI കാർഡ് ഉടമകൾക്ക് സംസ്ഥാന സർക്കാർ സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യും. ഈ കിറ്റിൽ അരി, പഞ്ചസാര, നെയ്, വെളിച്ചെണ്ണ, ശർക്കര, ഉണക്കലരി എന്നിവ ഉൾപ്പെടെ 15 ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 10 മുമ്പ് തന്നെ എല്ലാ റേഷൻ കടകളിലും ഈ കിറ്റ് എത്തിക്കുന്നതിന് ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
കൂടാതെ എല്ലാ കാർഡ് ഉടമകൾക്കും ഓണത്തിന് അധികമായി 2 കിലോ അരി കൂടി നൽകുന്നതിനെക്കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ്, ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് 3 മുതൽ തന്നെ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളിലും ആരംഭിക്കും. ഇത്തവണ ഓണത്തിന് മുന്നോടിയായാണ് വിതരണം നടക്കുന്നത് എന്നതുകൊണ്ട് ഭക്ഷ്യവകുപ്പ് കുറച്ച് പ്രത്യേക സൗകര്യങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട്. സാധാരണ മാസങ്ങളിൽ 20-ാം തീയതി വരെ നീണ്ടു നിന്നിരുന്ന വിതരണം ഇത്തവണ ഓഗസ്റ്റ് 15-ന് മുമ്പ് തന്നെ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണം ഓണത്തിന് ആളുകൾ നാട്ടിൽ പോകുന്നതും കടകളിൽ തിരക്ക് കൂടുന്നതുമാണ്. ശനി ഞായർ ദിവസങ്ങളിലും കടകൾ തുറന്നിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത്തരം സർക്കാർ അപ്ഡേറ്റുകൾ കൃത്യമായി അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.